MLA അല്ലാതായതോടെ വി ശിവൻകുട്ടിയുടെ ജനകീയ ഇടപെടലുകൾ കുറഞ്ഞു എന്ന് കരുതേണ്ട. MLA ആയിരുന്നപ്പോൾ സമരം എവിടെയുണ്ടായാലും അവിടെ ശിവൻകുട്ടി ഉണ്ടായിരുന്നു. ആരു മരത്തിൽ കയറിയാലും ഇറക്കാൻ ശിവൻകുട്ടി എത്തണം. CPM ഭരണപക്ഷത്തായതോടെ ശിവൻകുട്ടിയെ അങ്ങനെ സമരരംഗത്തൊന്നും കാണാറില്ല എന്ന പരാതി വേണ്ട. നഴ്സുമാരുടെ സമരപ്പന്തലിൽ പിന്തുണയുമായെത്തിയ ശിവൻകുട്ടി സമരം അവസാനിപ്പിക്കാൻ ഇടപെട്ടളയും എന്ന ഉറപ്പ് നൽകിയാണ് പോയത്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. നഴ്സുമാരുടെ ഈ സമരത്തെ കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി സമരത്തെ പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നെന്നുള്ള ഒരു പ്രചരണമുണ്ട്. പിന്നെ ചില കരിനിയമങ്ങളും എക്സ്പ പോലുള്ള കരിനിയമങ്ങൾ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ടവന്റെയും തൊഴിലാളി വർഗത്തിന്റെ കൂടെ വോട്ട് കിട്ടിയിട്ട് വന്ന സർക്കാരാണ് LDF സർക്കാർ. നടൻ ദിലീപിന് ചാലക്കുടിയിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറാൻ പിണറായിയും CPM-ഉം സഹായിച്ചു എന്നാണ് ഹസൻ ജി പറയുന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുമ്പോൾ ചിലത് തിരിഞ്ഞുകുത്തുമെന്ന് ഹസൻ ജി മനസ്സിലാക്കിയില്ല. എല്ലാ രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധമുള്ള ദിലീപിൻ്റെ തിയേറ്റർ സംരംഭത്തിൻ്റെ ഭൂമി തർക്കം പരിഹരിക്കാൻ ഇടപെട്ടത് മുൻ മന്ത്രി. പോട്ടെ, ഉദ്ഘാടനത്തിന് ചെന്നിത്തലാജിയും സിനിമാ മന്ത്രി തിരുവഞ്ചൂരുമുണ്ടായിരുന്നു. തള്ളുമ്പോൾ ഒരു മയത്തിനു തള്ളേണ്ട ഹസൻ ജി. എന്തായാലും എല്ലാ രാഷ്ട്രീയ ബന്ധവും ഉണ്ടായിട്ടും വരാനുള്ളത് വഴിയിൽ തങ്ങിയില്ലല്ലോ. ശ്രീ ദിലീപ് സർക്കാർ ഭൂമി കയ്യേറിയാണ് സിനിമാ തിയേറ്ററുകൾ ഉണ്ടാക്കിയതെന്ന് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. ചാലക്കുടിയിലും കുമരകത്തും അദ്ദേഹം സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ്. പെട്ടിടാമാരും ആപത്തിൽ ഒരു കൈസഹായമെങ്ങും ഇല്ലാതെ ചിലർ. ശ്രീ ദിലീപിന് ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടുമുള്ള അടുപ്പം അടുത്ത കാലത്ത് പുറത്തു വന്നു. വീണിടത്തു വിഷ്ണു ലോകം വീണുരുണ്ടെണീറ്റു ചൊല്ലാം, കാലിലും കുരുങ്ങി കയ്യിലും കുരുങ്ങി നീറുമാല ചൂടി നീങ്ങു. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു, കേരളത്തിലൊരു പുതുയുഗം ആരംഭിക്കുന്നു. മുഖ്യമന്ത്രി അനുമോദിക്കാൻ സഹപ്രവർത്തകരുമൊത്ത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും മുഖ്യമന്ത്രിക്ക് കേക്ക് വായിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചിത്രം പത്രങ്ങളിൽ വരുന്നുണ്ട്. ജീവിതം പോടും മാർക്സിസ്റ്റ് പാർട്ടിയോടും പിണറായി വിജയനോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ചങ്ങാത്തമാണോ ഈ ഭൂമി കയ്യേറ്റത്തിൽ അദ്ദേഹത്തിന് സഹായം കിട്ടിയത് എന്ന സംശയം വർദ്ധിച്ചു വരികയാണ്. ശരിക്കും കോൺഗ്രസ് നടത്തേണ്ട ഒരു ക്യാമ്പയിനാണ് ഹസൻ ജി ഇനി പറയുന്നത്. കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നടനോടുള്ള അടുപ്പം കൊണ്ടാണെന്ന്. ഈ പോയിന്റ് വിടാതെ പിടിക്കുന്നതാണ് പ്രതിപക്ഷത്തിന് നല്ലത്. മുഖ്യമന്ത്രിയാണ് വാസ്തവത്തിൽ ഒന്നാം പ്രതിയാകേണ്ടത്. കാരണം നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഈ അന്വേഷണം വഴിതെറ്റിപ്പോയതും ഇതിലെ പോലീസിന് തെളിവുകളോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ട നടൻ ദിലീപിൻ്റെ അറസ്റ്റ് 5 മാസം വൈകിയതിന് കാരണം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേസെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി ഈ വകുപ്പ് കൈയാളിക്കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പോലീസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം തന്നെ ഇല്ലാതാകുന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് ഒഴിയണം.
വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. സീരിയൽ നടിയെ പൊളിച്ചടുക്കി ഭാഗ്യലക്ഷ്മി. തനിക്ക് നാണം ഉണ്ടാടോ? താനൊരാണല്ലേ? താൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥയോട് ചെയ്യാനോ? നല്ല രീതിയിൽ നല്ല വാക്കുകൾ കൊണ്ട് വേണ്ടേ അവരെ വിമർശിക്കാൻ? അടിച്ച് പല്ലെടുക്കാൻ ആളില്ലാഞ്ഞിട്ടും തന്നെ. മാധ്യമങ്ങൾ ദിലീപേട്ടനെ ദ്രോഹിക്കുന്നതിൽ കുപിതയായി ഒരു സീരിയൽ നടി ഒരു ചാനൽ അവതാരകനെ തെറി വിളിച്ച് പുറത്തിറക്കിയ വീഡിയോ അസഭ്യ പദാവലിക്ക് ഒരു മുതൽക്കൂട്ടാകും. മറ്റൊരു ചാനൽ പരിപാടി അവതാരകയായ അധ്യാപികയെ മുമ്പ് ഇതേ അവതാരം നേരിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ സഞ്ചരിക്കുന്നവർ കണ്ടിട്ടുണ്ടാകും. ഇവർക്കിപ്പോൾ മറുപടിയുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഇവിടെ നൽകുന്നു. ആദ്യത്തെ പ്രതികരണം എഡിറ്റ് ചെയ്തതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തനിക്ക് നാണം ഉണ്ടാടോ? താനൊരാണല്ലേ? താൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥയോട് ചെയ്യാൻ നോക്ക്. തനിക്ക് എന്ത് ദ്രോഹം ദിലീപേട്ടൻ ചെയ്ത്? താൻ പറ, തനിക്ക് എന്ത് ദ്രോഹം ദിലീപേട്ടൻ ചെയ്ത്? പക്ഷെ യഥാർത്ഥത്തിൽ ആ വീഡിയോ ഒരു വിമർശനമാണോ എന്ന് അനിത സ്വയം ചിന്തിക്കണം. അതിൽ അനിത പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപ് എന്ന നടനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അനിത അങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടത്. ആ ഇഷ്ടത്തിൽ യഥാർത്ഥത്തിൽ ദിലീപിന് ഏറ്റവും ദ്രോഹമാണ് അനിത ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം തെറ്റ് ചെയ്ത് അത് ഞാനും വാദിക്കുന്നു. കാരണം അദ്ദേഹം തെറ്റ് ചെയ്യ അദ്ദേഹം അനുഭവിക്കണം. ഒരുപക്ഷെ ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിന് അല്പം സമയം കൊടുക്കൂ. പക്ഷെ ഞങ്ങൾ ആരും തന്നെ ദിലീപ് തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അനിത തന്നെ പറയുന്നു, ദിലീപേട്ടൻ ഒരു തെറ്റ് ചെയ്തു, അദ്ദേഹത്തിന് ഒരു അല്പം സമയം കൊടുക്കൂ. അത് ഒന്നാമത്തെ തെറ്റ്, അത് പോട്ടെ. അങ്ങനെയൊക്കെ ഒരു അനുഭവം വരുമ്പോഴേ അതിന്റെ ഫീലിങ്സ് എന്താണെന്ന് താൻ മനസ്സിലാക്കൂ. കുറച്ചുനേരം പെണ്ണുപിള്ളേരെ കൂടെ പോയിരിക്കും. ഈ തല്ലിപ്പൊളി പരിപാടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ജീവിച്ച അന്തസ്സോടെ ജീവിക്കണോ? തനിക്ക് ധൈര്യം ഉണ്ടാവും. ഒരു 10 ആൾക്കാരെ മുന്നിൽ കാണികളിടയിലും മുന്നിൽ പോലും താൻ ദിലീപേട്ടനെ കുറിച്ച് പറഞ്ഞു നോക്കും. തന്റെ പല്ലവിടെ കാണില്ല. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് സമാധാനം വരില്ല. നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ വിമർശിക്കേണ്ടത്? നല്ല രീതിയിൽ നല്ല വാക്കുകൾ കൊണ്ട് വേണ്ടേ അവരെ വിമർശിക്കാൻ? അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് പോണ വഴിക്ക് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ വായി തോന്നുന്ന കാര്യമൊന്നും പറയല്ലേ എന്ന് മാത്രമേ പറഞ്ഞു. അതിന് താൻ എന്താ വെള്ളം ചേർത്ത് പറഞ്ഞത്? അത് കണ്ടപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചിന്. 2 വാക്ക് തന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. താനൊക്കെ പോയി ചത്തൂടേട്ടോ. അപ്പോ ആ വീഡിയോയുടെ താഴെ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന കമന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഭൂരിപക്ഷം ആളുകളും നിങ്ങളെയാണ് തെറി വിളിക്കുന്നത്, നിങ്ങളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയെ. ഈ വൃത്തികെട്ട പണിയൊക്കെ എടുത്ത് കളഞ്ഞ് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കണോ? ഇത്രയും ഒരു മനുഷ്യനെ ഇത്രയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. നീയൊക്കെ ഒരു 2.5 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ പടം പോയി വായും പൊളിച്ചിരുന്ന് നോക്കി സുഖിച്ച് ആസ്വദിച്ച് കണ്ട മനുഷ്യനല്ലേടാ നീയൊക്കെ. തന്നെ നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഓരോരുത്തർ നിങ്ങളെ പരാമർശിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ലജ്ജ എന്നതിനപ്പുറം സങ്കടം തോന്നുന്നു അനിത. സ്റ്റുഡിയോയിലെ ബാക്കില് താൻ എന്തൊക്കെ പോക്കൃത്തം ചെയ്യുന്ന ആർക്കറിയാം? ഞാൻ ഈ ഫീൽഡിലുള്ളതാ, എനിക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ നടക്കുമെന്നൊക്കെ. അടിച്ച് പല്ലെടുക്കാൻ ആളില്ലാഞ്ഞിട്ടും തന്നെ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. ഇനിയിപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് എന്നെ ദയവ് ഇത് തെറിയൊന്നും വിളിക്കരുത്. ദിലീപേടിനെ തൊട്ട് വിളിക്കുന്നത് വേറെ വല്ല പണിയും നോക്കടോ. അല്ലെങ്കിൽ വല്ല ചിരട്ടയെടുത്ത് പോയി പിച്ചതണ്ടായിരിക്കും. അതിനെങ്കിലും അന്തസ്സുണ്ട്. നീയൊക്കെ ഈ പരിപാടി തുടങ്ങല്ലേ പന്നാളോ. ഗോഡ്ഫാദർ എന്ന സിനിമയിൽ കടപ്പുറം കാർത്താനി എന്ന കഥാപാത്രത്തെ ഇന്നസെന്റിന്റെ കഥാപാത്രം തല്ലിയതാണ്. വക്രദൃഷ്ടി ഇതിൽ കക്ഷി ചേർന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.